നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഒരു ചിക്കൻ കറിയല്ല അത്. അപ്പോൾ ഓപ്പൺ കിച്ചണിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചെറുട്ടൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു അറബിക് ഫുഡാണ്. ചിക്കൻ കറാഹി എന്നുള്ളൊരു അറബിക് ഫുഡാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതിൽ നമ്മൾ കുറച്ച് മസാല ഐറ്റംസും കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാൻ അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ചേട്ടനെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ചിക്കൻ കറാഹിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു 3 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് ഗരം മസാല, റെഡ് ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് തൈര്, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. ഇത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ ചിക്കൻ ഒരു പകുതി വെന്ത് തന്നെ വരെ നമുക്ക് ഒന്ന് അടച്ചിട്ട് വയ്ക്കുക. ചിക്കനൊക്കെ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ എക്സസ് ആയിട്ടുള്ള ആ വെള്ളവും ആ ഓയിലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു 1.5 കിലോ തക്കാളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടി ആ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ തക്കാളി വേകാൻ ആവശ്യമായിട്ടുള്ള ഒരു 2 കപ്പ് വെള്ളം കൂടി ഈ ചിക്കനിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ തക്കാളി വേകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അടച്ചിട്ടൊന്ന് വേവിക്കുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു 8 പച്ചമുളക് ഇപ്പോൾ ഞാൻ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ആ തക്കാളിയിൽ മുകളിൽ കാണുന്ന ആ തോലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നമ്മളിവിടെ ഒരു 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പേസ്റ്റ്, അത് 2 സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ഒരു കിലോന് 1 സ്പൂണ് വെച്ച് നമ്മൾ 3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. നമ്മൾ ഈ ചിക്കന് റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്ത്. അതൊരു 3 സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കതിൽ 1 സ്പൂണ് ഗരം മസാല, നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഗരം മസാല, അതൊരു സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൽ ലേശം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് അതിലാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അവസാനമായിട്ട് നമ്മളൊരു 1 കപ്പ് തൈരും കൂടി ചേർത്ത് ചെയ്യണം. വലിയ പുളിപ്പില്ലാത്ത തൈരാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് ആവശ്യത്തിൽ പുളിപ്പുണ്ട്. നേരം കൂടി നമ്മൾ 1 കപ്പ് തൈര് നമ്മൾ തിക്കിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറാഹി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്.
അപ്പം മട്ടൻ ചോറും കറിയും തെറ്റിയുണ്ട് കഴിച്ചു നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. നല്ല ചൂട് ചട്ടിയിൽ അങ്ങനെ എടുക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. ഒരു 10 മിനിറ്റെങ്കിലും വീട്ടിൽ കഴിച്ചാൽ കുഴപ്പമില്ല, നല്ല ചൂടായതുകൊണ്ട്. സംഭവം ഉഷാറായിട്ടുണ്ട്. തക്കാളിയുടെ ടേസ്റ്റാണ് കൂടുതലുള്ളത്, കാരണം തക്കാളി തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ചേർത്തില്ല, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് ഏകദേശം നമുക്ക് വെന്തിട്ടുണ്ട്, ചൂടായതുകൊണ്ടാണ് അല്ലേ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഒരു ചിക്കൻ കറിയല്ലത്, ഒരു അറബിക് ഫുഡ് വരെയാണ്. അതിൽ ചെറിയ കുറച്ച് ഐറ്റംസ് കൂടി ചേർത്തിട്ടാണ്, ഫ്ലേവറുകൾ കൂടി ചേർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. സംഭവം നന്നായിട്ട് കേട്ടാ, സംഭവം നന്നായിട്ട്. ശരി, അപ്പോൾ നമ്മുടെ വീഡിയോ കാണാത്തവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആയിട്ട് കൊടുക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.